സംസ്ഥാനത്ത് സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിൽക്കുകയാണ്. പവനിന്ന് 840 രൂപ വർദ്ധിച്ച് 62,480 രൂപയിലെത്തി. പണിക്കൂലി ഉൾപ്പെടെ നൽകി ഒരു പവൻ സ്വർണം ഇന്ന് കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ 70,000-ലധികം രൂപ നൽകണം. ഈ പൊന്നിന്റെ വില എങ്ങോട്ടാണ് പോകുന്നത്? ആരാണ് വില വർദ്ധിക്കാൻ കാരണം? സിനോജ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് നൽകാം. അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ കൊച്ചു കേരളത്തിലും സ്വർണത്തിൻ്റെ വിലയിൽ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. ഈ പൊന്നിൻ്റെ വില എങ്ങോട്ടാണ് പോകുന്നത്? എല്ലാവർക്കും ആശങ്കയുണ്ടാവും. സ്വാഭാവികമായിട്ടും വ്യാപാരികൾക്കും ആശങ്കയുണ്ടാവും. എന്താ അവസ്ഥ ശരിക്കും? സ്വർണ്ണം സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണി നിലനിൽക്കുകയാണെങ്കിൽ സ്വർണത്തിന്റെ വില യാദർശികമായിട്ട് കയറും. ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വന്നിരിക്കുന്ന സമയം വളരെ കൗതുകകരമായിട്ടാണ് ഇവിടുത്തെ നിക്ഷേപകർ കാണുന്നത്. കാരണം അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എന്താണ് സംഭവിക്കുന്നത്, നയം എന്താണെന്നുള്ളത്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു അക്ഷരാവസ്ഥ ഉള്ളതുകൊണ്ടും ആ സ്വർണ്ണ വില കയറ്റുന്നു. രണ്ടാമത്തെ അവിടെ തൊഴിലില്ലായ്മ വർദ്ധിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം ഫെഡറൽ ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നുള്ള കാര്യമുണ്ട്. പക്ഷെ ഇതൊക്കെ കയറുമ്പോൾ തന്നെ സാധാരണക്കാരുടെ ഇടയിൽ ഇതിന് അവരുടെ വാങ്ങൽ ശേഷിയെ കുറയ്ക്കുന്ന അവസ്ഥ കേരളത്തിലുണ്ട്. എക്സ്ട്രാ സോഴ്സിംഗ് നമ്മളെ സംസ്ഥാനത്ത് കൊണ്ടുവരണം. ഉദാഹരണത്തിന് വ്യവസായങ്ങൾ ശക്തിപ്പെടുത്തണം, ടൂറിസം ശക്തിപ്പെടുത്തണം, IT മേഖല ശക്തിപ്പെടുത്തണം, അഗ്രികൾച്ചർ ശക്തിപ്പെടുത്തണം. ഇങ്ങനെ ആകുമ്പോൾ എക്സ്ട്രാ സോഴ്സുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ബൈയിങ് കപ്പാസിറ്റി കൂടുകയുള്ളൂ. ആളുകൾ കടയിലേക്ക് വരുന്നു.